നമസ്കാരം. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനത്തിന് തിരശ്ശീല വീണിരിക്കുന്നു എന്നതിന് തെളിവാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് 20,000-ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമായിരുന്നു. ഇത്രയും ഭൂരിപക്ഷം പാലക്കാടിൻ്റെ സ്വന്തമായ ഷാഫി പറമ്പിലിന് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരൊക്കെ കാലഹരണപ്പെട്ടെന്നും സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടുകൂടി ജനഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇനി സ്ഥാനമുള്ളൂ എന്നതിനുമുള്ള അടയാളമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം. രാഹുൽ ഒരു കടലാസ് പുലിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ്സുകാരെ എനിക്കറിയാം. രാഹുലിനെ പോലെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോസ്റ്റിട്ട് യഥാർത്ഥ ജനഹൃദയം അറിയാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് ആക്ഷേപിക്കുന്ന മുതിർന്ന നേതാക്കൾ പലരുമുണ്ട്. പക്ഷെ കോൺഗ്രസ് അത്തരം നിഗമനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുന്നത്. ആരായിരിക്കണം BJPയെ തോൽപ്പിക്കുന്ന സ്ഥാനാർത്ഥി എന്നത് മാത്രമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിലുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം. സാധാരണ വിജയത്തേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് താല്പര്യങ്ങളും പ്രാദേശിക താല്പര്യങ്ങളും പരിഗണിക്കപ്പെടുമ്പോൾ ഇക്കുറി കോൺഗ്രസ് നേതൃത്വം അന്വേഷിച്ചത് ഷാഫി പറമ്പിൽ പോയതിൻ്റെ പേരുദോഷം കേൾക്കാതിരിക്കാൻ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്ന ഒറ്റ കാര്യമാണ്. ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോയപ്പോൾ CPMകാർ പറഞ്ഞത് BJPയുമായുള്ള ഡീലിൻ്റെ ഭാഗമാണ്. പാലക്കാട് മണ്ഡലം ഷാഫി പോയാൽ മറ്റാര് നിന്നാലും തോറ്റുപോകും, അത് BJPക്ക് എഴുതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടി ഒരുക്കിയ കെണിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലം BJP ജയിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. അവർ അങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിച്ച് ജയിക്കാൻ കച്ചകെട്ടിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണ കോൺഗ്രസിലെ ഏതൊരു നേതാവിനും സിറ്റിംഗ് സീറ്റിൽ സീറ്റ് കിട്ടിയാൽ സ്വർഗം കിട്ടിയതിന് തുല്യമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അമിതമായി ആഹ്ലാദിച്ചില്ല. കാരണം രാഹുൽ പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. രാഹുലിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് തൻ്റെ അടൂരിലെ വീട്ടിൽ നിന്നും പോയി വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആറന്മുളയിലെ MLA ആവുക എന്നതായിരുന്നു. മാത്രമല്ല CPMൻ്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ മത്സരിച്ച് എതിരാളികളെ മലർത്തിയടിച്ച് ജയിക്കുന്നതിൻ്റെ മധുരം ആസ്വദിക്കാൻ രാഹുൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ BJPക്ക് വലിയ സ്വാധീനമുള്ള നഗരസഭ BJP ഭരിക്കുന്ന പാലക്കാട് പിടിച്ചെടുക്കാൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നേതൃത്വം തീരുമാനിച്ചപ്പോൾ മനസ്സോടെ വഴങ്ങുകയായിരുന്നു. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ കടുത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. പാലക്കാട് MPയും പാലക്കാട്ടെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവുമായ ശ്രീകണ്ഠൻ അടക്കമുള്ളവർ അതൃപ്തരായിരുന്നു. എന്നാൽ പാലക്കാടിൻ്റെ MLA സ്ഥാനം ഒഴിഞ്ഞ് വടകരയിലേക്ക് മാറിയ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിച്ചെടുക്കും എന്ന് നേതാക്കൾക്ക് വാക്കുകൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ സകല പ്രതീക്ഷകളും മറികടന്നുകൊണ്ട് വിജയമുറപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ പോലും ഏറിയാൽ 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷമെന്നായിരുന്നു. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് രാഹുൽ അസാധാരണമായ വിജയം നേടിയത്. BJP അതിദയനീയമായി തോറ്റമ്പിയപ്പോൾ വിജയം രാഹുലിന് മാത്രമുള്ളതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ CPM കാപട്യത്തെ ചാട്ടുളി പോലുള്ള വാക്കുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്ന ചാനൽ ചർച്ചകളിൽ CPMനെ പ്രതിരോധമില്ലാതെ ഇരുട്ടിൽ തപ്പേണ്ടി വരുന്ന ഗതികേടിലേക്ക് തള്ളിവിടുന്ന ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് CPMനുള്ള പക എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലെ CPMൻ്റെ സൈബർ പോരാളികളുടെ ഏറ്റവും വലിയ ശത്രു വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. വ്യാജൻ മാങ്കൂട്ടം എന്നൊക്കെ വിളിച്ച് രാഹുലിനെതിരെ കള്ളക്കഥകൾ എഴുതി ചേർത്ത് തോൽപ്പിക്കാനുള്ള നീക്കമാണ് CPM അണികൾ നടത്തിയത്. CPM വിശ്വസിച്ചത് മുഴുവൻ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വലിയ വോട്ടുകളായിരുന്നു. എന്നാൽ BJP ഭരിക്കുന്ന നഗരസഭയിൽ പോലും മുൻതൂക്കം നേടി CPMൻ്റെ കുത്തക മണ്ഡലങ്ങളിലെല്ലാം കടന്നു കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ തേരോട്ടം നടത്തി. രാഹുലിനെ 3ാം സ്ഥാനത്താക്കി BJPയെ തോൽപ്പിച്ച് MLA ആകും. MLA ആയാൽ ഉടൻ തന്നെ ഷാഫി പറമ്പലിൻ്റെ അടുത്ത് പോയി മിനിറ്റ്സ് കൈപ്പറ്റും. പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ടെങ്കിൽ VD സതീശനെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങും എന്നൊക്കെ പറഞ്ഞ് കയ്യിലും നാവിലും കണക്ക് പുസ്തകവുമായി നടന്ന
സരിൻ എങ്ങോട്ടോ ഒളിച്ചോടി പോയിരിക്കുന്നു. ഇതുവരെ ഒരു ക്യാമറയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ സരിൻ ഒരു വിധത്തിൽ തടി തപ്പിയിട്ടുണ്ട്. താൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെയാണ് സരിൻ ഈ നിമിഷം വരെ കഴിഞ്ഞത് എന്നോർക്കണം. നാണം കെട്ട തോൽവിയിൽ സരിൻ എന്തു മറുപടി പറയും എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളീയ സമൂഹം. BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആവട്ടെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടിന്റെ പോലും വ്യത്യാസമില്ലാതെ തോറ്റ ശ്രീധരന് പിൻഗാമിയാവാൻ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയതിന്റെ ബലത്തിലെത്തിയ കൃഷ്ണകുമാർ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി തലയിൽ മുണ്ടിട്ട് പിന്മാറുമ്പോൾ BJP അണികളൊക്കെ പരസ്പരം പഴിചാരുകയാണ്. കൃഷ്ണകുമാറിന്റെ നാണം കെട്ട തോൽവിയും സരിന്റെ ഒളിച്ചോട്ടവും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആവേശം കൊള്ളിക്കുന്നില്ല. വളരെ വിനയാന്വിതനായി പുഞ്ചിരിച്ചുകൊണ്ട് ഇതുവരെ എങ്ങനെയായിരുന്നുവോ അങ്ങനെ തന്നെ MLA ആയ മാങ്കൂട്ടം മുമ്പോട്ട് പോകുമെന്ന് തീർച്ച. പിണറായിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുന്ന ഒരു രീതി പണ്ടേ അദ്ദേഹത്തിനുണ്ട്. PT തോമസിനോടുള്ള പക തീർക്കാൻ, ഉമാ തോമസിനെ തോൽപ്പിക്കാൻ തൃക്കാക്കരയിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിട്ട് ഫലമൊന്നുമുണ്ടായില്ല. ഉമ്മൻചാണ്ടിയുള്ള പക മരണശേഷവും തീരാത്തതുകൊണ്ട് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനെതിരെയും പിണറായി രംഗത്തുണ്ടായിരുന്നു. VT ബലറാമിനെയും അനിൽ അക്കരയെയും KM ഷാജിയെയും പിണറായി കണക്ക് പറഞ്ഞ് തോൽപ്പിച്ചതുപോലും നിയമസഭയിൽ ശക്തമായ ശബ്ദമുണ്ടാവരുത് എന്ന് തീരുമാനിച്ചാണ്. അന്ന് പിണറായിയുടെ കണക്കുകൂട്ടലിൽ തെറ്റിച്ചത് കന്നിക്കാരനായി നിയമസഭയിലെത്തിയ മാത്യു കുഴൽനാടനായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായിയുടെ മുഖത്തു നോക്കി കുടുംബ പാരമ്പര്യം വിളിച്ചു പറയാനുള്ള മാത്യു കുഴൽനാടന്റെ ധീരത പിൻചൊല്ലാൻ മറ്റൊരാൾ കൂടി എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുങ്കാറ്റ് പോലെ വളരുന്നത് കണ്ട് കലിപുണ്ട് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിന്റെ മധുര പ്രതികാരം വീട്ടിൽ കൂടിയാണ് നിയമസഭയിലേക്കുള്ള ഈ രാജകീയ വരവ്. ഇനി നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ പിണറായിയുടെ മുഖത്തു നോക്കി നെഞ്ചുയർത്തി വെല്ലുവിളിക്കാൻ കുഴൽനാടനൊപ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഉണ്ടാവും. കുഴൽനാടനെ കൊണ്ട് തന്നെ തോറ്റിരിക്കുന്ന പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വരവ് കൂടിയാകുന്നതോടെ സമനില തെറ്റിയവനെ പോലെ പൊട്ടിത്തെറിക്കുന്ന ദിനങ്ങൾ നിയമസഭയിൽ ഇനിയും കാണാൻ കഴിയും. പിണറായിസത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ചങ്കൂറ്റമുള്ളവരെ തെരഞ്ഞു പിടിച്ച് നിയമസഭയിലേക്ക് അയക്കാൻ കേരളീയ ജനത രാഷ്ട്രീയ ഭേദമന്യേ രംഗത്തിറങ്ങും എന്നതിന് തെളിവ് കൂടിയാണ് രാഹുലിന്റെ ഉയർന്ന ഭൂരിപക്ഷം. BJPക്കാരും CPMകാരും ഒക്കെ വോട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും ഇത്രയധികം ഭൂരിപക്ഷം നേടുമായിരുന്നില്ല. രാഷ്ട്രീയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് സ്ഥാനാർത്ഥികളുടെ മികവ്, അവരുടെ ആത്മാർത്ഥതയുള്ള വാക്കുകൾ, അവരുടെ ചാട്ടുള്ളി പോലെയുള്ള പ്രയോഗങ്ങൾ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കുന്നു. അത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാലമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ MLA പദവിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും ഇനി പിണറായി വിജയന്റെയും ഈ സർക്കാരിന്റെയും ഏറ്റവും വലിയ തലവേദന.